ഡുവാന് ഗേൾഫ്രണ്ട് ഉള്ളത് സത്യമാണോ? എന്നിന് അവള് വിഷമിച്ചിരിക്കും. അപ്പോഴാണ് അവനടുത്തേക്ക് വന്നിട്ട്, സാക്ഷി നീ വീണ്ടും തുടങ്ങിയ, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഈ പ്രായത്തിൽ നീ പഠിക്കുന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതിയെന്ന്. എന്നിന് അവൻ ദേഷ്യപ്പെടുമ്പോഴാണ് അവന്റെ കൂടെ വന്ന പെങ്കൊച്ചും അവളോട് സമാനിച്ച് സംസാരിക്കാൻ പറയും. അപ്പോഴാണ് അവനും, എങ്കിൽ ശരി നിന്റെ ഓൺലൈൻ ബോയ് ഫ്രണ്ട് എന്ത്, അവനോട് എന്ത് പറഞ്ഞു എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, അവൻ എന്നെ കണ്ടിട്ട് എനിക്ക് പ്രായം കുറവായതുകൊണ്ട് അവൻ എന്നെ റിജക്ട് ചെയ്തിട്ട് പോയി. എന്നിന് അവള് വിഷമിച്ച് പറയുമ്പോഴാണ് ഇത് കേട്ട അവനും, അവൻ ചെയ്ത കറക്റ്റാ, ഈ പ്രായത്തിൽ നീ പഠിക്കുന്ന കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും കരഞ്ഞിട്ട്, നിങ്ങൾ പറയുന്നത് ഞാൻ വളർന്നതിന് ശേഷം ഡേറ്റ് ചെയ്താൽ മതിയെന്ന്, പക്ഷെ അതിനുമ്പേ അവന് ഗേൾ ഫ്രണ്ട് കിട്ടിയാലോ. എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, സാക്ഷി ഈ ലോകത്ത് അവൻ മാത്രമൊന്നല്ലല്ല, നിനക്ക് അവനില്ലെങ്കിൽ വേറെ നല്ല ബെറ്റർ ആയിട്ടുള്ള പയ്യൻ കിട്ടും. എന്നിന് അവൻ പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾ മനസ്സിലായിരിക്കുന്നത്, അപ്പോ എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പെണ്ണ് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളിപ്പോ ഡേറ്റ് ചെയ്യുന്നത്. എന്നിന് അവളും കരയുമ്പോഴാണ് ഇത് കണ്ട് അവനും, സാക്ഷി നീ വാഷ്റൂമിൽ ചെന്ന് ഫ്രഷ് ആയിട്ടോ, ഞാനോട് വെയിറ്റ് ചെയ്യാം. എന്നിന് അവൻ അവളെ പറഞ്ഞേക്കുമ്പോഴാണ് അവളും കരഞ്ഞോണ്ട് വാഷ്റൂമിലേക്ക് പോകും. അതിനുശേഷം അവളും തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവന്റെ കൂടെ വന്ന ആ പെങ്കുച്ച് കാണത്തില്ല. അപ്പോഴാണ് അവളും, മറ്റേ ചേച്ചി എന്തി അവര് പോയോ? എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, അവൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തോ ജോലി ഉണ്ടെന്ന്. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും തിരിച്ചൊന്നും പറയാതെ സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് അവനും, ചുമ്മാ അല്ല പറയുന്നത്, ഈ കൊച്ചു പിള്ളേരൊക്കെ കുറച്ച് മാസം നമ്മൾ കാണാതിരുന്നാൽ മതി, അവരെന്തോ പരിചയമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കുന്നല്ലേ ബിഹേവ് ചെയ്യുന്നത്. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, ഞാനൊന്നും കൊച്ചു വെച്ചല്ല, നിങ്ങളെനിക്ക് ടിക്കറ്റ് എടുത്തില്ല, അതിന് പൈസ എത്രയായി ഞാൻ തന്നേക്കാം. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊരു ഫുഡ് കഴിച്ചില്ലല്ലോ, വാ നിനക്ക് വാങ്ങിച്ചുതരാം. എന്നിന് അവന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവരുണ്ടേരും അവിടെ ഇരിക്കുമ്പോഴാണ് സാക്ഷി ഇതിനുമ്പ് അവന് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റ് എടുത്ത് കൊടുക്കും. അപ്പോഴാണ് അവൻ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ടൈ കാണും. ഇത് കണ്ട് അവനെ സന്തോഷപ്പെട്ട് ഒരു ഫോൺ കോൾ വരുമ്പോൾ അവന് സംസാരിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവൾ ആ സമയം നോക്കി അവളുടെ ഇരിക്കുന്ന എല്ലാ പൈസ എടുത്ത് അവന്റെ പേഴ്സിനകത്ത് വയ്ക്കും. അതിനുശേഷം സാക്ഷിയുടെ ഫ്ലൈറ്റിനുള്ള സമയമാകുമ്പോഴാണ് അവനടുത്തേക്ക് വന്നിട്ട്, സാക്ഷി ഇനിയെങ്കിലും നിന്റെ അമ്മയും അച്ഛനും പറയുന്ന കാര്യങ്ങൾ നീ കേൾക്കണം, അവർ നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളൊരു പാവക്കുട്ടി എടുത്തിട്ട്, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച, നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, നീയും സന്തോഷമായിട്ടിരിക്കണം, എങ്കിൽ പിന്നെ നിന്റെ ഫ്ലൈറ്റിനുള്ള സമയം നമുക്ക് പോവാം. എന്നിനെ സാക്ഷിയും തിരിച്ച് നാട്ടിലേക്ക് വരും. അപ്പോഴാണ് ഇവളെ കണ്ട് യാനും ദേഷ്യത്തിരിക്കുമ്പോൾ അവളും ഡിവോന് ഗേൾ ഫ്രണ്ട് ഉള്ളത് ആലോചിച്ച് കരഞ്ഞോണ്ട് വരുമ്പോഴാണ് ഇത് കണ്ട് അവന് ഷോക്കായി, സാക്ഷി കുഴപ്പമില്ല നീ കരയണ്ട, നിന്നെ ആരെ റിജക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവനെ അടിച്ചു കൊല്ലും. എന്നിന് അവനെ അവളെ സമാനപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് ഇവൾ വരുന്നുണ്ട്. അവരാരും ദേഷ്യപ്പെടാതെ ആദ്യം അവളെ റൂമിലേക്ക് പോകാൻ പറയും. അപ്പോഴാണ് അച്ഛൻ അവരോടെല്ലാം, ഇനിയിപ്പോ എന്താ ചെയ്യാനാ, അവളെ വിളിച്ച് വഴക്കുറയട്ടെ. എന്നിന് അച്ഛൻ ചൂടാകുമ്പോഴാണ് അവനും, അച്ഛ ഈ പ്രശ്നം ഇതോടെ വിട്, ഇനി അവളിങ്ങനെ തെറ്റ് ചെയ്യത്തില്ലെന്ന്. അവൾ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോ തന്നെ അവൾ തെറ്റ് മനസ്സിലാക്കി എന്റെ അടുത്ത് കരഞ്ഞോണ്ടാ വന്ന്, അതുകൊണ്ട് പാവം ഈ തവണ വെറുതെ ഇട്ടേക്ക്. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയും അച്ഛനെ സമാനാൻ പറയും. അങ്ങനെ ഈ സംഭവത്തിനെല്ലാം ശേഷം സാക്ഷി ഇപ്പം അവൾ ആഗ്രഹിച്ച പോലെ ഡുവാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവൾക്ക് കോളേജ് അഡ്മിഷൻ കിട്ടും. പക്ഷെ അവളിപ്പോ ഡുവാനെ കുറിച്ചൊന്നും ഓർക്കത്തേയില്ല, കാരണം അവന് ഗേൾ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് അവൾ അന്നത്തോടെ എല്ലാം നിർത്തി കാണും. അങ്ങനെ അവളും കോളേജിലേക്ക് വരുമ്പോഴാണ് അവളുടെ ഹോസ്റ്റലിലെ റൂംമേറ്റ്സ് അടുത്തേക്ക് വന്നിട്ട്, സാക്ഷി ഇന്ന് എന്റെ ബർത്ത്ഡേ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇന്ന് രാത്രി എന്റെ പാർട്ടി കയറണം. എന്നിന് അവൾ വിളിക്കുമ്പോഴാണ് അവളുടെ കൂടെ തന്നെ വേറൊരു പയ്യൻ കാണും, ഇവന്റെ പേര് മിങ്. അങ്ങനെ അവന് സാക്ഷിയെ കാണുമ്പോൾ തന്നെ അവൾ ഇഷ്ടപ്പെടും. അതിനുശേഷം ഇവരെല്ലാരും കൂടെ അന്ന് രാത്രി പാർട്ടിക്ക് പോകുമ്പോഴാണ് അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ഡുവാനും വന്നേക്കും. പക്ഷെ ഇവർ തമ്മിൽ മീറ്റ് ചെയ്ത് കാണത്തില്ല. അങ്ങനെ സാക്ഷിയും അവളുടെ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് അതേസമയം ഡുവാനും അവന്റെ കൂട്ടുകാരനായിട്ട് അവിടെ വന്നേക്കും. അപ്പനാണ് അവനും വേറൊരു പെണ്ണെ കണ്ടിട്ട്, എടാ ഡുവാൻ ഇവളെ നിനക്ക് ചേരുമെന്ന് തോന്നുന്നു. എന്നിട്ട് അവന് വേറൊരു പെണ്ണായിട്ട് ഡുവാനെ മിങ്കിളാക്കാൻ നോക്കുമ്പോഴാണ് അവനത് വലിയ കാര്യമായിട്ട് എടുക്കാതെ സൈലന്റ് ആയിട്ടിരിക്കും. അങ്ങനെ അതേസമയം ബർത്ത്ഡേ പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷിയും കുറച്ച് സമയം റിലാക്സ് ആകാൻ വേണ്ടി പുറത്തേക്ക് വരും. അപ്പനാണ് അവളുടെ കോട്ടിന് നേരം അവൾ വേറൊരുത്തിന്റെ കോട്ട് എടുത്താണ്. അങ്ങനെ അതിൽ നിന്ന് സിഗരറ്റ് വരുമ്പോഴാണ് കറക്റ്റ് അതേസമയം ഡുവാൻ അത് എടുത്തിട്ട്, നിനക്ക് ഇങ്ങനത്തെ ശീലമൊക്കെ ഉണ്ടോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നിന് അവനെ കാണുമ്പോഴാണ് അവളൊരു സെക്കൻഡ് ഷോക്കായിട്ട്, ഇതെന്റെതല്ല ഞാൻ ഡ്രസ്സ് മാറ്റി എടുത്തോണ്ടെന്ന്. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, പക്ഷെ നീ സംസാരിക്കുമ്പോൾ ആൽക്കഹോളിന്റെ സ്മെല്ലൊക്കെ വരുന്നല്ലേ, അപ്പൊ അതിനർത്ഥം എന്തോ. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, ഞാൻ ജസ്റ്റ് ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ വേണ്ടി വന്ന്, ഞാൻ വലുതായിട്ടൊന്നും ഡ്രിങ്ക്സ് ചെയ്തില്ല. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, സാക്ഷി ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, അതുകൊണ്ട് നീ ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ നീ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര മാസമായി കാണും, നീ ഇതുവരെ എന്നെ കാണാൻ വന്നിട്ടില്ലല്ലേ, അറ്റ്ലീസ്റ്റ് ഒരു ഫോണെങ്കിലും വിളിച്ചോടെ, ഞാൻ നിനക്ക് എത്ര പ്രാവശ്യം മെസ്സേജ് അയച്ചെന്നറിയോ, എനിക്ക് ഒരു റിപ്ലൈ പോലും കിട്ടിയിട്ടില്ല. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, അത് ഞാൻ ബിസി ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് മെസ്സേജ് ഒന്നും നോക്കാൻ പറ്റാത്ത, പിന്നെ എനിക്ക് കോളേജ് കുറെ പഠിക്കാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും ഫ്രീ ടൈം കിട്ടത്തില്ല പുറത്തേക്കൊന്നും കറങ്ങാൻ. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, അത് ഞാൻ കണ്ടോണ്ടിരിക്കുക, ചുമ്മാ അതല്ല, കൊച്ചുപിള്ളേരൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു വന്ന്. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, ഞാനൊന്നും കൊച്ചു വെച്ചല്ല, എന്റെ ഫ്രണ്ട്സിനെ തിരക്ക്, ഞാൻ പോവാ. എന്നിന് അവൾ അകത്തേക്ക് കയറുമ്പോഴാണ് ഇത് കണ്ട് കൂട്ടുകാരിയും, എടി നീ എവിടെ പോയി, വാ ഒന്ന് പാട്ട് പാട്. എന്നിന് അവളുമാര് പറയുമ്പോഴാണ് ഇത് കേട്ട് സാക്ഷിയും, അതിനും സമയമില്ല, നിങ്ങൾ ഹോസ്റ്റലിൽ വരുന്നില്ല, എന്റെ അമ്മ എന്നെ ഫോൺ വിളിച്ചിറക്കും. എന്നിന് അവൾ പറയുമ്പോഴാണ് അവളും, സാക്ഷി ഞങ്ങളവരും 11 മണിക്ക് നീ വേണം പോയിക്കോ. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് സാക്ഷിയും അവിടെ നിന്ന് ഹോസ്റ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങും. എന്നിട്ട് അവളും ഡുവാനെ കണ്ടതുകൊണ്ട് അവളിങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും, ഇവനെന്ത് അത്രയ്ക്കും നല്ലവനാണോ ഇപ്പൊ എന്നോട് ഇത്രയ്ക്കും കെയർ ചെയ്യുന്ന. എന്നിന് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം അവൻ അവളെ കണ്ടിട്ട്, സാക്ഷി എന്നെ കുറിച്ച് വല്ലതാണോ പറയുന്നത്. എന്നിന് അവനടുത്തേക്ക് വരുമ്പോഴാണ് ഇവളും ടെൻഷൻ
ടെൻഷനായിട്ട് അല്ലല്ലോ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്ന. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും ഞാൻ ആ പാട്ട് കേട്ടായിരുന്നു. എങ്കിൽ ശരി, ഇത്ര ലേറ്റ് ആയില്ലേ, ഇനി ഞാൻ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാം. എന്നിട്ട് ഇവർ രണ്ടും കൂടെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകും. അപ്പോഴാണ് അവളും ഡുവാന്റെ വീട് അവിടെ തിരക്കുമ്പോൾ അവന്റെ വീട് ഇവളുടെ ഹോസ്റ്റലിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡാന്ന് മനസ്സിലാവും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ എന്നെ ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യും, ഞാൻ നടന്നു പോയിക്കോളാം, അല്ലെങ്കിൽ ഞാൻ ബസ്സെല്ലാം പിടിച്ചോളാം. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും ഇപ്പൊ വളർന്ന് വലിയ ആളായ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ കൊണ്ടാക്കാം. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളും പിന്നെ നിങ്ങൾ ഗെയിം ഡെവലപ്പർ ആകാനല്ലേ ആഗ്രഹിച്ചത്, അതിപ്പോ ഓക്കെ ആയോ? എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും എന്റെ ഗെയിമൊക്കെ റിലീസായി, നീ കണ്ടില്ലായിരുന്നു, യൂണിവേഴ്സൽ എന്ന പേര്. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും ഞാൻ ഗെയിം കളിക്കാറില്ല, ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചേക്കാം. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും പിന്നെ സാക്ഷി നീ വരുന്നത് വരെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു, പക്ഷെ എപ്പോഴാണ് നീ ഇവിടെ പഠിക്കാൻ വരുന്നതെന്ന് അറിഞ്ഞ് അപ്പൊ തൊട്ട് എനിക്ക് സന്തോഷമായി. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും എനിക്ക് നിങ്ങളെ കണ്ട് സന്തോഷമുണ്ട്. എന്നിട്ട് ഇവ രണ്ടിലും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം സാക്ഷി അവളുടെ ഫ്രണ്ട്സിനോട് ഡുവാന്റെ ഗെയിമിനെ കുറിച്ച് തിരക്കുമ്പോഴാണ് അവളെ ഇത് കേട്ടിട്ട് സാക്ഷി ഇത് ഫേമസ് ആയിട്ടുള്ള ഗെയിം, എനിക്കിത് ഇഷ്ടം, അത് ക്രിയേറ്റ് ചെയ്താലും നിന്റെ ഫ്രണ്ടാണോ? എന്നിട്ട് അവൾമാരൊക്കെ തിരക്കും. അപ്പോഴാണ് അവളും അത് പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, എന്റെ ഒരു ഫ്രണ്ട് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം അവളുടെ ചേട്ടന്റെ കൂട്ടുകാരനെ പ്രേമിച്ച്, പക്ഷെ അവനപ്പം ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ അതങ്ങ് മറന്നു കളഞ്ഞു. പക്ഷെ ഇപ്പൊ അവന് ഗേൾ ഫ്രണ്ട് ഇല്ലെന്നാ തോന്നുന്നത്. എങ്കിൽ പിന്നെ എന്റെ കൂട്ടുകാരി വീണ്ടും ആ പയ്യനെ ട്രൈ ചെയ്യാവോ? എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് ഫ്രണ്ടും പിന്നല്ലാതെ ഒരു പക്ഷെ അവൾക്ക് ഇപ്പോഴും അവന് ഇഷ്ടമാണെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്യാൻ പറ. എന്നിട്ട് അവരൊക്കെ പറയുമ്പോഴാണ് ഇത് കേട്ട് സാക്ഷി വീണ്ടും ഡുവാനെ ട്രൈ ചെയ്യാൻ നോക്കും. അപ്പോഴാണ് അവളുടെ ചേട്ടൻ ഞാനും അവൾക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത്, സാക്ഷി നിനക്ക് സമയമുള്ളപ്പോഴൊക്കെ നീ ഡുവാനായിട്ട് കണ്ടൊന്ന് സംസാരിക്കും, അവനവിടെ ഒറ്റ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അവനോട് ഫ്രണ്ട്സ് ഒന്നുമില്ല, അതുകൊണ്ട് നീ ഇടയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കണം. എന്നിട്ട് അവന്റെ മെസ്സേജ് കേട്ടിട്ട് അവളും ഡുവാനെ മെസ്സേജ് അയക്കും. അപ്പോഴാണ് അവന് ഫോൺ എടുത്ത് വെക്കുമ്പോൾ സാക്ഷി അവനെ ഈ ആഴ്ച ഡിന്നറിന് വിളിച്ചേക്കും. അങ്ങനെ അതും കണ്ട് അവനെ സന്തോഷപ്പെടും. അതിനുശേഷം സാക്ഷി സ്കൂളിലേക്ക് പോകുമ്പോഴാണ് മിങ് അവളെ കണ്ട് അടുത്തേക്ക് വന്നിട്ട് സാക്ഷി ഈ ഞായറാഴ്ച നമുക്ക് സിനിമയ്ക്ക് പോയാലോ? എന്നിട്ട് അവൻ വിളിക്കുമ്പോഴാണ് അവളും ഡുവാന്റെ കൂടെ പുറത്തേക്ക് പോകണ്ടെന്ന് വിചാരിച്ച് അവനെ അവോയ്ഡ് ചെയ്യാൻ വരും. അപ്പോഴാണ് സാക്ഷിയുടെ ഫ്രണ്ട്സ് ഇത് കേട്ടിട്ട് മിങ് നീ സാക്ഷിയെ മാത്രമേ വിളിക്കത്തുള്ളൂ, അപ്പൊ ഞങ്ങളൊന്നും വരണ്ട. എന്നിട്ട് അവളുമാരെ ചോദിക്കുമ്പോഴാണ് അവനും അതിനിപ്പോ എന്തോ നമുക്ക് എല്ലാവരും കൂടെ പോവാം. എന്നിട്ട് അവരെല്ലാരും കൂടെ സാക്ഷിയെ ഫോഴ്സ് ചെയ്യുമ്പോഴാണ് ഇത് കേട്ട് അവൾക്കൊന്നും പറയാൻ പറ്റാതെ അവളും വരാൻ സമ്മതിക്കും. അതേസമയം ഡുവാനും ഡിഫറന്റ് ആയിട്ട് ഗെയിം കണ്ടുപിടിച്ചുകൊണ്ട് പോയാലും അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അവിടുത്തെ മെയിൻ സ്റ്റാഫ് അവനെ വീണ്ടും ആ ജോലി ചെയ്യാൻ പറയും. അങ്ങനെ അതുകൊണ്ട് ഡുവാനും കുറെ കഷ്ടപ്പെട്ട് നൈറ്റ് ഷിഫ്റ്റ് വരെ അവിടെ ഇരുന്നോണ്ടിരിക്കുമ്പോഴാണ് സാക്ഷ്യം പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് അവനെ പുറത്തേക്ക് ഡിന്നർ കഴിക്കാൻ വിളിക്കും. അപ്പോഴാണ് അവനും സാക്ഷി ഇന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നീ പോയിക്കോ. എന്നിട്ട് അവന് വയ്യാതെ പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾക്കും ഡൗട്ട് വന്നിട്ട് നിങ്ങളുടെ ശബ്ദത്തിന് എന്തൊരു മാറ്റം, നിങ്ങൾക്ക് വയ്യേ? എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഒരു ചെറിയ വയറുവേദന. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും എങ്കിൽ ശരി നിങ്ങളിപ്പോ എവിടാന്ന് പറ, ഞാൻ വന്ന് പിക്കപ്പ് ചെയ്തോളാം. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും സാക്ഷി അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിക്കോളാം. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും ദേഷ്യപ്പെട്ട് അവൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ അഡ്രസ് വാങ്ങിക്കും. അതിനുശേഷം അവൾ നേരിട്ട് അവിടെ പോകുമ്പോഴാണ് അവന് വയറ്റി പിടിച്ച് നടക്കാൻ പറ്റായിരിക്കും. ഇതുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് അവനെ വിളിച്ചുകൊണ്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ നോക്കും. അപ്പോഴാണ് അവനും സാക്ഷി ഡോക്ടറിന്റെ ആവശ്യമൊന്നുമില്ല, ഈ വയറുവേദനയൊക്കെ എനിക്ക് മാറിക്കോളും. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവൾ അതൊന്നും കേൾക്കാതെ അവനും വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പോഴാണ് അവളും ധൃതിയില് ടാക്സി ഓടിക്കാൻ വേണ്ടി ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് അറിയാതെ അവളുടെ ഫോർഹെഡ് അവൻ കിസ് ചെയ്യും. അങ്ങനെ ആ ഒരു സെക്കൻഡ് ഇവരുടെ ഷോക്ക് ആകുമ്പോഴാണ് അവനും പെട്ടെന്ന് മാറിയിട്ട് സോറി ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവൾ ആ ഷോക്ക് ഒന്നും പറയാൻ സൈലന്റ് ആയിട്ടിരിക്കും. അതിനുശേഷം അവൾ ഇവനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ആ ഡോക്ടർ അവനെ ചെക്കപ്പ് ചെയ്തിട്ട് മോനെ നിനക്ക് അപ്പൻഡിക്സാ, ഇപ്പൊ തന്നെ സർജറി ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ സിറ്റുവേഷൻ ഡേഞ്ചർ ആണ്. എന്നിട്ട് ഡോക്ടർ പറയുമ്പോഴാണ് ഇത് കേട്ട് സാക്ഷിക്ക് എന്താണെന്ന് അറിയാതെ കൺഫ്യൂസ് ആയിരിക്കും. അപ്പോഴാണ് അവനും ഡോക്ടർ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തോ? എന്നിട്ട് അവനെ സർജറി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോഴാണ് ഇത് കണ്ട് സാക്ഷി ടെൻഷൻ ആയിരിക്കുമ്പോൾ അവനും പറയും സാക്ഷി നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല, നീ തിരിച്ച് ഹോസ്റ്റലിൽ പോയിക്കോ. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും ഇല്ല കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്നോളാം. എന്നിട്ട് അവളും പറഞ്ഞിട്ട് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവളുടെ അമ്മയെ ഫോൺ വിളിച്ചിട്ട് സാക്ഷി ഇന്നെന്തോ നീ എന്നെ ഫോൺ വിളിക്കാത്ത, നീ ഇതൊരു ഹോസ്റ്റലിൽ എത്തിയില്ല. എന്നിട്ട് അമ്മ ചോദിക്കുമ്പോഴാണ് അവളും അമ്മ ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലില്ല, ചേട്ടന്റെ കൂട്ടുകാരൻ ഡുവാനില്ല, അവൻ അപ്പൻഡിക്സ് ആയതുകൊണ്ട് ഒരു ചെറിയ സർജറി ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ കൂട്ടിന് നിൽക്കുക. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും ആ പയ്യനോ പാവം, അവൻ അച്ഛനമ്മ ആരില്ലല്ലേ, എങ്കിൽ പിന്നെ മോൾ അവന് കൂട്ടിന് നിന്നോ. എന്നിട്ട് അമ്മ പറയുമ്പോഴാണ് അവളും അമ്മ എന്തോ പറയുന്നത്, അവന് പാരന്റ്സ് ഒന്നുമില്ല. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അമ്മയും സാക്ഷി നീ അറിഞ്ഞിട്ടില്ലല്ലേ, നിന്നെ ഞങ്ങൾ ഹോസ്റ്റലിലാക്കിയതിനു ശേഷം ഡുവാന്റെ അച്ഛനും ഐസിയിരുന്ന് മരിച്ചുപോയി. അങ്ങനെ അവന്റെ അച്ഛൻ ഓപ്പറേഷന് വേണ്ടി നമ്മളെ കുറച്ച് പൈസ കൊടുത്തായിരുന്നു, അത് തിരിച്ചുതരാൻ വേണ്ടി ഒരു ദിവസം വീട്ടിൽ വന്ന് ആന്റി എന്റെ കയ്യിൽ ഇപ്പൊ ഇത്രയും പൈസയേ ഉള്ളൂ, ഞാൻ ബാക്കി പൈസ എങ്ങനെയൊക്കെ ജോലി ചെയ്ത് ഒപ്പിച്ചുതരാം. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അച്ഛനും അമ്മയും മോനെ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഈ പൈസ നീ തന്നെ വെച്ചോ, നീ ആരും എന്റെ മോന്റെ കൂട്ടുകാരനല്ലേ, നീ ഞങ്ങൾക്ക് മോനെ പോലെ, അതുകൊണ്ട് മോൻ ഈ പൈസ ചെലവിന് വെച്ചോ. എന്നിട്ട് അവര് സ്നേഹത്തോടെ പറയുമ്പോഴാണ് ഇത് കേട്ട് അവന് വിഷം വന്നിട്ട് അവരോടൊക്കെ താങ്ക്സ് പറയും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് സാക്ഷ്യം വിഷമിച്ചിരിക്കും. അതിനുശേഷം ഡുവാന്റെ സർജറി കഴിയുമ്പോഴാണ് അവന് ടെൻഷനായിരിക്കും. ഒരു ദിവസം ഞാൻ അവളുടെ നെറ്റി കിസ് ചെയ്തോണ്ട് അവൾ എന്നോട് ദേഷ്യത്തിലായിരിക്കും. എന്നിട്ട് അവൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞാനും പെട്ടെന്ന് അവന് ഫോൺ വിളിച്ചിട്ട് എടാ ഡുവാൻ നിന്റെ ഓപ്പറേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നറാ, സുഖമായ? എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവനും നല്ല സുഖമായിരുന്നു, നീയും വന്ന് ട്രൈ ചെയ്യുന്നോ? എന്നിട്ട് അവൻ കളിയാക്കുമ്പോഴാണ് ഞാനും നമുക്കൊന്നും വേണ്ടേ, എങ്കിൽ ശരി നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, റെസ്റ്റ് എടു, നിന്നെ നോക്കാൻ വേണ്ടി സാക്ഷി അവിടെ ഉണ്ടല്ലോ. എന്നിട്ട് അവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് സാക്ഷി അവിടെ വരുന്നത്. ഇത് കണ്ട് അവന് ഫോൺ വെച്ചിട്ട് സാക്ഷി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണ്ട, നീ ഹോസ്റ്റലിൽ പോയിക്കോ, ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും അതെങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ഇടാൻ പറ്റും, നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഇതേപോലെ സിറ്റുവേഷനിലാണെങ്കിൽ
പോവാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവോ? ഇല്ലല്ല എന്ന് അവൾ ചോദിക്കുമ്പോഴാണ് അവനൊന്നും പറയാൻ സൈലന്റ് ആകും. അതിനുശേഷം സാക്ഷിയും അവൻ അവിടെ കൂട്ടിന് നിൽക്കും. അപ്പോഴാണ് അവളും അത് പിന്നെ ഞാൻ +2 പഠിക്കുമ്പോൾ എന്റെ അച്ഛനും അമ്മയും കൂടെ ഹോസ്റ്റലിലാക്കി, അതുകൊണ്ടാണ് നിങ്ങൾ മെസ്സേജ് അയച്ചപ്പോഴൊന്നും ഞാൻ റിപ്ലൈ ചെയ്യാത്ത എന്ന് അവൾ പറയുമ്പോഴാണ് അവനും ഓ അതെനിക്ക് അറിയായിരുന്നില്ല നിന്റെ ഫോണില്ലായിരുന്നെന്ന് എന്ന് അവൻ പറയുമ്പോഴാണ് അവളും അറിയായിരുന്നു, എന്നിട്ടാണ് എന്നെ ആദ്യം കണ്ടപ്പം എന്തിനാ മെസ്സേജിന് റിപ്ലൈ അയച്ചില്ലെന്ന് ചോദിച്ചത് എന്ന് അവൾ അവനോട് ദേഷ്യപ്പെടും. അതിനുശേഷം സാക്ഷിയും വാഷ്റൂമിൽ ചെന്നിട്ട് ഫ്രഷ് ആകുമ്പോഴാണ് ഡുവാനും കുളിക്കാത്തോണ്ട് അവന് വിയർക്കെന്ന് പറഞ്ഞ് അവളും ടവലിനകത്ത് വെള്ളം ഒഴിച്ച് അവന്റെ ഫേസ് തുടയ്ക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവനത് കണ്ടിട്ട് സാക്ഷി കുഴപ്പമില്ല ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം എന്ന് അവൻ പറയുമ്പോഴാണ് അവളും ഇല്ല നിങ്ങൾക്കിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ ഉള്ളു, അതുകൊണ്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കും ഞാൻ ചെയ്തോളാം എന്ന് അവൾ അവന്റെ ഫേസ് ക്ലീൻ ചെയ്തിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവനെ ക്ലോസപ്പിൽ കണ്ടതോടെ അവളുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ സ്പീഡ് ഇടിക്കാൻ തുടങ്ങും. അങ്ങനെ അതോടെ അവളും പെട്ടെന്ന് ക്ലീൻ ചെയ്തങ്ങ് തീർക്കും. അങ്ങനെ അന്നത്തെ ദിവസം സാക്ഷി അവന് കൂട്ടിനിരിക്കുമ്പോഴാണ് അവളിന്ന് തിയേറ്റർ വരാത്തോണ്ട് അവളുടെ ഫ്രണ്ട്സ് ഒക്കെ മെസ്സേജ് ചോദിക്കും. അപ്പോഴാണ് ഇത് കണ്ട് സാക്ഷിയും അവർക്ക് റിപ്ലൈ ചെയ്തോണ്ടിരിക്കുമ്പോൾ മിങ്ങിന്റെ ഒരു വോയിസ് മെസ്സേജ് വരും. സാക്ഷി നിനക്കൊല്ലം പ്രശ്നമുണ്ടോ, നീ എന്തെന്ന് വരാത്ത എന്നിന് അവന്റെ വോയിസ് പ്ലേ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഡുവാന്റെ ഓർക്കം പോകുന്ന പറഞ്ഞ് അവളതങ്ങ് പോസ് ചെയ്യും. അപ്പോഴാണ് ഇത് ഡുവാനും കേട്ടിട്ട് എന്തിനാ പോസ് ചെയ്ത ബാക്കിയും കൂടെ പ്ലേ ചെയ്തേക്ക് എന്നിന് അവന്റെ ശബ്ദം കേട്ട ഉടനെ അവള് ഷോക്കായി. ഓ അപ്പൊ ഉറങ്ങുന്ന പോലെ ആക്ട് ചെയ്തോണ്ടിരുന്നതാണോ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ആക്ട് ചെയ്ത് ഞാൻ ചുമ്മാ കണ്ണടച്ച് കിടന്നേ ഉള്ളു എന്നിന് അവൻ പറയും. അപ്പോഴാണ് അവളും ആ അതിന്റെ പേര് ആക്ടിങ് എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കണ്ടവനും പിന്നെ സാക്ഷി ഇപ്പൊ ആരാ നിനക്ക് മെസ്സേജ് അയച്ച എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഡെയിലി എന്റെ അടുത്ത് കുറെ പേര് മെസ്സേജ് അയക്കുമല്ലോ, എല്ലാവരുടെ പേര് എനിക്ക് പറയാൻ പറ്റുമോ എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും ചിരിച്ചിട്ട് ഓ ഇത് നമ്മുടെ പഴയ സാക്ഷി എല്ലാം തോന്നല്ല, ഇതേതോ സെലിബ്രിറ്റിയാന്ന് തോന്നുന്നു എന്നിന് അവൻ കളിയാക്കുമ്പോഴാണ് അവളും ആ പിന്നെ എന്നെ കാണാൻ ലുക്കല്ലേ അതുകൊണ്ട് എല്ലാരും എന്റെ പുറയില്ല എന്നിന് അവരുടെയും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം സാക്ഷിയും കോളേജിലേക്ക് പോകുമ്പോഴാണ് ഇവളെ കണ്ടിട്ട് അവൾമാരെല്ലാം എടി സാക്ഷി ഇന്നലെ നീ വരാതെ അവിടെ പോയി, നിനക്ക് വേണ്ടി അമ്മിങ് എത്ര വെയിറ്റ് ചെയ്യുന്നറിയാം എന്നിന് അവൾമാര് സംസാരിക്കുമ്പോഴാണ് സാക്ഷി അവൾമാരെല്ലാം മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് അവൾ ഇന്റർവൽ സമയത്ത് മിങ്ങിനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവൻ ഇവളെ കണ്ട് അടുത്തേക്ക് വന്നിട്ട് ആ സാക്ഷി ഇന്നലെ നീ എന്താ വരാത്ത എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഓ ഇന്നലെ എന്റെ റിലേറ്റീവിന് വയ്യാതെ കടഞ്ഞ അതുകൊണ്ട് ഞാനെ നോക്കിക്കൊണ്ടിരുന്നു, വേണം നമുക്ക് വേറെ ദിവസം പോയാലോ നീ എപ്പോഴാ ഫ്രീ എന്ന് പറ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ആ എങ്കിൽ പിന്നെ അടുത്ത ഞായറാഴ്ച നമുക്ക് സിനിമയ്ക്കോ എന്നിന് അവൻ അവളോട് പറയും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ ഉടനെ സാക്ഷി വീണ്ടും ഡുവാനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവൻ അവളെ കണ്ടിട്ട് സാക്ഷി നീ ക്ലാസ് കഴിഞ്ഞ് നേരെ ഇവിടെ വരുവാണോ, നീ വല്ല ഫുഡ് കഴിച്ചായിരുന്നു എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഓ അതൊന്നും കുഴപ്പമില്ല ഞാൻ കഴിച്ച എന്നിന് അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അടുത്തുള്ള ഒരു അപ്പൂപ്പനെ ഇത് കേട്ടിട്ട് ആ ഭാര്യയും ഭർത്താവായ ഇങ്ങനെ ഇരിക്കണം എന്തൊരു സ്നേഹം എന്നിന് അയാൾ പറയുമ്പോഴാണ് ഡുവാനും ഭാര്യയും ഭർത്താവോ അയ്യോ ഇവളെന്റെ അനിയത്തിയ എന്നിന് അവൻ പറയുമ്പോഴാണ് അയാളും അതെല്ലാം ഞാനും പറഞ്ഞ ഇത് നിന്റെ വൈഫാണെന്ന് എന്നിന് അയാൾ പറഞ്ഞോടെ ഇത് കേട്ട് അവനും ഭ്രാന്തളകിയിരിക്കും. അപ്പോഴാണ് അയാളുടെ അച്ഛനും ഓമോനെ നിങ്ങളും തെറ്റിയിരിക്കല്ലേ, എന്റെ അച്ഛന്റെ ചെവി കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ട് വലുതായിട്ടൊന്നും കേൾക്കത്തില്ല എന്നിന് അയാൾ പറയുമ്പോഴാണ് അപ്പൂപ്പനും മോനെ നിങ്ങളുടെ കല്യാണം എന്നാ കഴിഞ്ഞ കണ്ടിട്ട് വലിയ പ്രായം തോന്നുന്നില്ലല്ലോ എന്നിന് അയാൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഡുവാനും തമാശക്ക് ഓ അപ്പൂപ്പ ഞങ്ങൾ ഇനി കല്യാണം കഴിക്കത്തേ ഉള്ളു നിങ്ങൾ ആദ്യം റെസ്റ്റ് എടു എന്നിന് അവനും പറയുമ്പോഴാണ് ഇതെല്ലാം കേട്ട് സാക്ഷി ഇങ്ങനെ ഷോക്കായി നോക്കും. അപ്പോഴാണ് അവൻ അവളോട് സാക്ഷി ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞ നീ സീരിയസ് ആയിട്ട് എടുക്കല്ല എന്നിന് അവൻ പറയുമ്പോൾ അവള് മനസ്സിലായിരിക്കും എന്തോ ഇങ്ങനത്തെ കാര്യമൊക്കെ തമാശക്ക് പറയോ എന്നിന് അവള് ദേഷ്യപ്പെടും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഡുവാനെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് ആ അപ്പൂപ്പനും വീണ്ടും ഇവരെ കണ്ട് അടുത്തേക്ക് വരും. ഓ മക്കളെ നിങ്ങൾ ഡിസ്ചാർജ് ആയി പോവാണോ എങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണം എന്നിന് അയാൾ പറയുമ്പോഴാണ് സാക്ഷിയും അതിനിപ്പോ എന്തോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചോളാം എന്നിന് അവള് പറഞ്ഞ ഉടനെ ഇത് കേട്ട് ഡുവാനെ ഷോക്കായി നോക്കും. അതിനുശേഷം അവനും പുറത്തേക്ക് വന്നിട്ട് ചോദിക്കും സാക്ഷി സത്യത്തിൽ തന്നെ കല്യാണം കഴിക്കാൻ പോവാണോ എന്നിന് അവൻ തമാശ കഴിക്കുമ്പോഴാണ് അവളും നിങ്ങളെല്ലാം ആദ്യം സംസാരം തുടങ്ങിയ പിന്നെ ഞാൻ പറഞ്ഞ എന്തോ തെറ്റ് എന്നിന് അവള് ദേഷ്യത്തിരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി അവനും സാക്ഷി ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞ നീ സീരിയസ് ആയിട്ട് എടുത്തോ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ആ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല എന്നിന് അവളും ഡുവാനെ കൊണ്ട് വീട്ടിലേക്കാക്കും. അതിനുശേഷം അവൾ തിരിച്ചു പോകുമ്പോൾ മൊബൈലിൽ ഡുവാന് സേവ് ചെയ്തിച്ച പേര് അവള് ചേട്ടന്ന് സേവ് ചെയ്ത് വെക്കും. അതിനുശേഷം ഡുവാൻ റെസ്റ്റ് എടുത്തിട്ട് അവന് തിരിച്ച് കമ്പനിയിലേക്ക് പോകുമ്പോഴാണ് അവന് ഹോസ്പിറ്റലിൽ നടന്ന കാര്യമൊക്കെ അവന്റെ ഫ്രണ്ട്സിനോട് പറയും. അപ്പോഴാണ് അവരും ഡുവാൻ നീ അവളെ കല്യാണം കഴിക്കുന്ന പറഞ്ഞ പിന്നെ അവള് ദേഷ്യപ്പെടാതെ എന്ത് ചെയ്യും, ഒരു പക്ഷെ അവൾക്കത് ഹേർട്ടായി കാണും, നീ എത്രയും പെട്ടെന്ന് അവളെ വിളിച്ച് സംസാരിക്കാൻ നോക്ക് എന്നാലും ഈ പ്രോബ്ലം സോൾവ് ആകത്തുള്ളൂ എന്നിന് അവരെ പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും കൺഫ്യൂസ് ആയി സാക്ഷിയെ ഫോൺ വിളിക്കും. സാക്ഷി നാളെ നമുക്ക് ഡിന്നറിന് പോയാലോ എന്നിന് അവൻ വിളിക്കുമ്പോഴാണ് അവളും ഇല്ല നാളെ ന്യൂ ഇയർ ഇല്ല നല്ല ആൾക്കാരായിരിക്കും അതുകൊണ്ട് എനിക്കൊന്നും പുറത്തിറങ്ങാൻ വയ്യ എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും ഓ അതൊന്നും സീനില്ല ആൾക്കാരില്ലാത്ത ഒരു സ്ഥലം എനിക്കറിയാം എന്നിന് അവൻ ഫോഴ്സ് ചെയ്യുമ്പോഴാണ് അവളും വരാൻ സമ്മതിക്കും. അതേസമയം ന്യൂ ഇയറിന് സാക്ഷിയുടെ ഫ്രണ്ട്സും മിങ്ങുമായിട്ടൊക്കെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ സാക്ഷി ഇല്ലാത്തതുകൊണ്ട് അവനും ചെറുതായിട്ട് അപ്സെറ്റ് ആകും. അങ്ങനെ അന്ന് രാത്രി സാക്ഷിയും ഡുവാന്റെ കൂടെ ഡിന്നറിന് പോകുമ്പോഴാണ് അവനും പറയുന്നത് സാക്ഷി ഞാൻ സത്യത്തിൽ ഒന്ന് അറിയാതെ പറഞ്ഞു പോയതാ, ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ഓ ആ കാര്യമൊക്കെ വിട് ഞാൻ അതൊക്കെ എപ്പോഴാ മറന്നു എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും ആ എങ്കിൽ ശരി ഇന്ന് നീ നിനക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡ് ഓർഡർ ചെയ്തോ എന്റെ ചെലവാ എന്നിന് അവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഇതിനു മുമ്പ് ഡുവാനെ ഫോളോ ചെയ്തിരുന്ന ആ പെങ്കൊച്ചിരുന്നത്. അങ്ങനെ അവൾ ഇവനെ കണ്ട് അടുത്തേക്ക് വന്നിട്ട് ഡുവാൻ നീ എന്തിനാ ഞാൻ വിളിച്ച പോലും ഫോൺ എടുക്കാത്ത എന്നെ അവോയ്ഡ് ചെയ്യാൻ കാരണം എന്തോ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ജിയാങ് നമ്മൾ തമ്മിൽ എല്ലാം കഴിഞ്ഞ് നീ വീട് എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് പെട്ടെന്ന് അവൾക്ക് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് വെള്ളം എടുത്ത് അവന്റെ ഫേസിനകത്ത് ഒഴിക്കും. അങ്ങനെ ഇത് കണ്ട് അടുത്ത സെക്കൻഡ് തന്നെ സാക്ഷി അവളുടെ ഫേസിനകത്ത് എടുത്ത് വെള്ളം ഒഴിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വിളിച്ചിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.